ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ ഭൂമിയിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 ശിഷ്യരും ഉണ്ടായിരുന്നു, ബെൽത്തസാർ, വെറോണിക്ക, ഹോർവാത്ത്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗുരു മരണപ്പെട്ടു പോവാണ്. അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാർ ഒരു ഭരണിയിൽ അകപ്പെട്ടു പോയി. എന്നാൽ ബെൽത്തസാർ എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ശിഷ്യൻ വർഷങ്ങളായിട്ട് മറ്റെന്തോ ഒന്ന് തേടി നടക്കുകയായിരുന്നു. വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 2700ഓളം വർഷങ്ങൾ അങ്ങനെ തേടി നടക്കാണ്. അവസാനം അത് കണ്ടുപിടിച്ചു. എന്തായിരിക്കും ആ ഒരു മഹാമാന്ത്രികന്റെ ശിഷ്യനായിട്ടുള്ള ബൽത്തസാർ തേടിപ്പോയ ആ ഒരു കാര്യം? ഭരണിയിൽ അകപ്പെട്ടു പോയ മെർലിൻ എന്ന ആ മഹാമാന്ത്രികന്റെ 2 ശിഷ്യന്മാര്, അവർക്കിനി എന്ത് സംഭവിക്കും? ഇതിനെല്ലാത്തിനും പുറമെ ഇവർക്ക് പിന്നാലെയായിട്ട് മോർഗാന എന്ന മറ്റൊരു മന്ത്രവാദിയും കൂടെ വരികയാണ്. സോ എല്ലാം കൂടിയായിട്ട് നല്ലൊരു അടിപൊളി അഡ്വഞ്ചർ ഫാന്റസി മൂവി, അങ്ങനെ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2010 പുറത്തിറങ്ങിയ ദ സോഴ്സറസ് അപ്പൻഡൈസ് എന്ന ഹോളിവുഡ് മൂവിയുടെ കഥയാണ്. അപ്പൊ നേരെ നമുക്ക് ആ മായാ ലോകത്തിലേക്ക് പോകല്ലേ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഏകദേശം 2800 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ ഭൂമിയിലെ പല ഭാഗങ്ങളിലും ഒരുപാടധികം ദുഷ്ടശക്തികളുള്ള, നല്ല ശക്തികളുള്ള എല്ലാത്തരം മന്ത്രവാദികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അവസാനം ഇത് ഭൂമിയുടെ നാശത്തിലേക്ക് തന്നെ വരുമെന്നായപ്പോൾ ഒരു ഭയങ്കര പ്രഗത്ഭനായിട്ടുള്ള ഒരു മന്ത്രവാദി മെർലിൻ, അദ്ദേഹം ഈ മന്ത്രവാദികളുടെ യുദ്ധത്തിന് ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ ഒരു മെർലിൻ എന്ന് പറഞ്ഞ മന്ത്രവാദിക്ക് 3 ശിഷ്യന്മാരുണ്ടായിരുന്നു, ബെൽത്തസാർ, വെറോണിക്ക, ഹോവാത്ത്. കാലങ്ങളായിട്ട് മെർലിൻ പഠിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവുകളും വിദ്യകളും മന്ത്രങ്ങളും എല്ലാം ഈ 3 ശിഷ്യന്മാർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്താണ് മെർലിന്റെ മുഖ്യ എതിരാളിയായിട്ടുള്ള മന്ത്രവാദിനി ആരുമില്ലാത്ത തക്കം നോക്കിയിട്ട് മെർലിനെ ആക്രമിക്കാൻ വരുന്നത്. എന്നാൽ അവളുടെ കളിയൊന്നും മെർലിന്റെ അടുത്ത് നടന്നില്ല. ഇവർക്കെല്ലാവർക്കും വേണ്ടത് ഒരുപാട് മാന്ത്രിക വിദ്യകൾ, മന്ത്രങ്ങൾ, ഇതെല്ലാം അടങ്ങിയ ആ പുസ്തകമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ മെർലിനെ കൊന്ന് അതെടുക്കാനായിട്ട് ഈ മന്ത്രവാദിനി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ മെർലിന്റെ അടുത്ത് ഇവളുടെ കളിയൊന്നും നടന്നില്ല കേട്ടോ. എന്നാൽ അവിടെ വെച്ച് വലിയൊരു ചതി നടക്കുകയാണ്. മെർലിന്റെ 3 ശിഷ്യന്മാരിൽ ഒരാള് ഹോവാത്ത്, അവനൊരു ചതിയനായിരുന്നു. ഇവിടെ വെച്ച് ഹോവാത്ത് മെർലിനെ ചതിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു മന്ത്രവാദിനി മെർലിനെ കുത്തി കൊന്നുകളയാണ്. ഇതിനുശേഷം ആ മാന്ത്രിക പുസ്തകം ഉണ്ടല്ലോ, അതിലെ പല മന്ത്രവാക്യങ്ങളും ഇവൻ സ്വയം പഠിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. അതായത് ഈ ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള, മരിച്ചുപോയ ജീവനുകളെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരുതരം മന്ത്രമായിരുന്നു അത്. എന്നാൽ അത് പഠിച്ച ഈ ഒരു ഹോർവാത്ത് ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഭൂമിയിലെ മനുഷ്യർക്ക് വലിയൊരു നാശമായി തീരും. ഇത് മനസ്സിലാക്കി ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ബെൽത്തസാർ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. എന്നാൽ ബെൽത്തസാറിനെ തടുക്കാനായിട്ട് ആ മന്ത്രവാദിനി വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. സോ ബെൽത്തസാറിനെ അവൾ ആക്രമിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അങ്ങോട്ടേക്ക് വന്ന വെറോണിക്ക, ഈ മന്ത്രവാദിനിയുടെ ശക്തി ഇല്ലാതാക്കാനായിട്ട് വെറോണിക്ക അവളുടെ ഉള്ളിലേക്ക് ഈ മന്ത്രവാദിനിയെ ആവാഹിക്കുകയാണ്. എന്നിട്ടും ആ മന്ത്രവാദിനി അടങ്ങിയിരിക്കുന്നില്ല. അതിനുള്ളിൽ വെച്ചും അവളുടെ ആ ഒരു വിക്രിയകൾ കാണിക്കാൻ നോക്കുമ്പോൾ മറ്റൊരു വഴിയില്ലാതെ ബെൽത്തസാർ എന്ത് ചെയ്തു? അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഈ വെറോണിക്കയും അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ മന്ത്രവാദിയും 2 പേരെയും കൂടിയിട്ട് ഒരു മാന്ത്രിക കുടത്തിൽ അടച്ചു വെക്കുകയാണ്. മാത്രമല്ല, മനുഷ്യകുലത്തിന് നാശമായേക്കും എന്ന് കരുതിയ പല മന്ത്രവാദിനികളെയും ഇതുപോലെ തന്നെ ബെൽത്തസാർ ആ ഒരു മാന്ത്രിക കുടത്തിൽ അടച്ചു വെക്കാണ്. അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഓരോ ലെയറുകൾ രൂപപ്പെടുമായിരുന്നു. അവസാനം ഇതിനെല്ലാത്തിനും കാരണക്കാരനായ ചതിയനായിട്ടുള്ള ഹോർവാത്തിന് വരെ അവൻ ആ ഒരു കുടത്തിൽ പൂട്ടിവെക്കാണ്. അതിനു മുന്നേ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മരിക്കാൻ നിൽക്കുന്ന സമയത്ത് മെർലിൻ നമ്മുടെ ഈ ഒരു ബെൽത്തസാറിനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ശക്തിയേറിയ ആ ഒരു മന്ത്രവാദിനിയെ നിനക്കിപ്പോ പൂട്ടിവെക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അവളെ കൊല്ലണമെങ്കിൽ എന്റെ അതേ ശക്തിയുള്ള മറ്റൊരു ജീവൻ പുനർജനിക്കണം. സോ അങ്ങനെ ഒരാളെ കണ്ടെത്താനായിട്ട് ഒരു ഡ്രാഗൺ മോതിരം കൂടെ മെർലിൻ ഇപ്പോ ബെൽത്തസാറിന് കൊടുക്കുകയാണ്. എല്ലാം ചേർന്ന് വന്ന ഒരു അപൂർവ ജന്മമായിരിക്കണം ആ ഒരു കുട്ടി. അങ്ങനെ ആ ഒരു ജനിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ബെൽത്തസാറിന് ഇപ്പൊ മെർലിൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മെർലിൻ മരണപ്പെട്ടു പോയി. ഒരുപാട് വർഷങ്ങൾ കടന്നു പോവാണ്. ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, ഭൂമി മുഴുവനായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബെൽത്തസാർ കറങ്ങി നടക്കുകയാണ് എത്രയോ നൂറ്റാണ്ടുകളായി. എന്നിട്ടും അവന്റെ ഗുരു പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അപൂർവ ജന്മത്തെ അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ രാവിലെ തന്നെ എഴുന്നേൽക്കാൻ മടിയായിട്ട് അടിക്കുന്ന അലാറം വരെ അടിച്ചു പൊട്ടിച്ചുകൊണ്ട് ഒരുത്തിന് എഴുന്നേൽക്കാണ്. അവന്റെ പേരാണ് ഡേവിഡ്. വേഗം തന്നെ മാറ്റി ഒരുങ്ങി സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഓടി കയറുകയാണ്. മാത്രമല്ല, അവന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇന്നെന്തോ ചെറിയൊരു മ്യൂസിയം ടൂർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇഷ്ടമാണോ എന്നൊരു പേപ്പറിൽ അവൻ എഴുതി ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. അവൾ എന്തോ ഒരു മറുപടി പറഞ്ഞിട്ട് ആ ഒരു പേപ്പർ അവിടെ വെക്കാണ്. ഭയങ്കര ആകാംക്ഷയില് ഡേവിഡ് അതെടുക്കാൻ പോയപ്പോ ഒരു കാറ്റ് വീശി ഈ പേപ്പറിന്റെ കഷ്ണം പാറി പോവാണ്. അവൾ എന്താ
പറഞ്ഞത് അറിയണല്ലോ. ആ ആകാംക്ഷ കാരണം ഈ പേപ്പറിന്റെ പിന്നാലെ തന്നെ ഡേവിഡ് ഓടുകയാണ്. നോക്കുമ്പോൾ ആളൊഴിഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ജനലിന്റെ ഉള്ളിലൂടെ ഈ സാധനം, അതായത് ഈ പേപ്പറിന്റെ കഷ്ണം ഉള്ളിലേക്ക് പോകണം. എന്നാലും അറിയണല്ലോ അവൾ എന്താ പറഞ്ഞത്. ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഡേവിഡ് അതിന്റെ ഉള്ളിലേക്ക് പോകണം. കുറെ പഴയ സാധനങ്ങൾ വെച്ച പഴയ ഒരു ആന്റിക് ഷോപ്പ്. എന്തായാലും പേപ്പർ എടുക്കാനായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയെങ്കിലും പല സാധനങ്ങളും അവൻ അവിടെ തട്ടിയിടുന്നുണ്ട്. മുടിയെല്ലാം നീട്ടി വളർത്തിയ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ വന്നിട്ട്, ആരാടാ നീ, എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ തട്ടി മാറ്റുന്നേ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാണുമ്പോൾ അത് മറ്റാരുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ബൽത്തസാർ, ആ മന്ത്രവാദിയായിരുന്നു. ഈ സമയത്ത് ഈ കുട്ടിച്ചെറുക്കൻ, അതായത് ഡേവിഡ് പറയണത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം ഇങ്ങോട്ടേക്ക് വന്നു, അതെടുക്കാൻ വേണ്ടി വന്നതാ, ഒരു കോയിൻസിഡൻസ് ആണെന്ന് പറയണം. ഇത് കേട്ട പാടിന് ബൽത്തസാറിന് എന്തൊരു സംശയം, മോനൊന്ന് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ മെർലിൻ, അതായത് ബൽത്തസാറിന്റെ ഗുരു കൊടുത്ത ആ ഒരു ഡ്രാഗൺ മോതിരം വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഡ്രാഗൺ മോതിരത്തിന് ജീവൻ വെച്ച് അത് അവന്റെ കയ്യിൽ ചുറ്റി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് ബൽത്തസാറിന് സമാധാനമായത്. കാരണം ഭൂമിയെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ ഒരു മന്ത്രവാദി, അവളെ നശിപ്പിക്കണമെങ്കിൽ ഇതുപോലൊരു അപൂർവ ജന്മത്തിനെ പറ്റുള്ളൂ. ഈ അപൂർവ ജന്മത്തിനെ തേടി തന്നെ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ബൽത്തസാർ അലയുകയായിരുന്നല്ലോ. പക്ഷെ അവസാനം അവന്റെ അരികിലേക്ക് തന്നെ അങ്ങനെ ഒരാൾ വന്നിരിക്കുകയാണ്. ആ ഹാപ്പിനെസ്സിലാണ് ഇപ്പൊ ബൽത്തസാർ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കുട്ടിയോട് പറയാണ്, നിന്റെ ഈ ഒരു ജന്മം തന്നെ വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, നീ ഇവിടെയൊക്കെ എനിക്ക് നിന്നൊരു കാര്യം കാണിച്ചു തരാണ്ട്. ഇത് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മാന്ത്രിക ചുമർ അത് തുറന്നുകൊണ്ട് അതിനുള്ളിൽ വെച്ച ആ ഒരു പുസ്തകം ഇപ്പൊ ഈ ഒരു ബൽത്തസാർ എടുക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ഡേവിഡ് അവിടെ നിന്ന് അടങ്ങിയിരിക്കണല്ലോ. ഇവൻ അത് ചെയ്യാതെ അവിടെ ഉണ്ടായിരുന്ന ഭംഗിയുള്ള ഓരോ വസ്തുക്കളിലും തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മന്ത്രവാദികളെല്ലാം പൂട്ടിവെച്ച ആ ഒരു ഭരണി ഉണ്ടല്ലോ, അതിലറിയാതെ അവൻ തൊടുകയാണ്. അതിലേക്കൊരു ചൂട് വന്നു. പതി അത് നിലത്ത് വീണ് അതിന്റെ ഒരു ഭാഗം തുറന്നു വന്നു. ഈ ചെറിയ ചെറിയ പ്രാണികൾ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവസാനം ഡേവിഡ് നോക്കി നിൽക്കെ അതൊരു മനുഷ്യരൂപത്തിലേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല, ഹോവാത്തായിരുന്നു. പുറത്തേക്ക് വന്ന പാട് തന്നെ ഹോവാത്ത് ചോദിക്കുന്നത്, ഇതേതാണ് വർഷം, ഇതേതാ കാലഘട്ടം. ഇതെല്ലാം കണ്ട ഡേവിഡ് ആണെങ്കിൽ ആകെ ഭയന്ന് അമ്പരന്ന് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ബൽത്തസാർ ഇവനെ തൂക്കിയെടുത്ത് മുകളിൽ അങ്ങോട്ട് ഒട്ടിച്ചു വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഡേവിഡ് ഉണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ഭരണി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് പൂട്ടണമെന്ന് പറയണം. എന്നാൽ ഈ ഒരു ഗ്യാപ്പിൽ താഴേക്ക് വന്ന ഈ ഒരു ബൽത്തസാറും അതുപോലെ തന്നെ ഹോവാത്തും രണ്ടുപേരും തമ്മിൽ കിടിലം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ഡേവിഡിനെ ഈ ഒരു ഹോവാത്ത് കൊല്ലാതിരിക്കാനായിട്ട് ബൽത്തസാറിന് ഒരു കടും കൈ ചെയ്യേണ്ടി വന്നു. അതെന്താന്ന് വെച്ചാൽ അവനും അതുപോലെ തന്നെ ഈ ഒരു ഹോവാത്തും രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു കുടത്തിലേക്ക് അങ്ങ് പോവാണ്. അതല്ലാതെ ഡേവിഡിനെ രക്ഷിക്കാൻ മറ്റൊരു വഴി ഇവിടെ വെച്ച് ബൽത്തസാർ കണ്ടില്ല. എന്തായാലും നേരിട്ട് കണ്ട ഈ സംഭവങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നമ്മുടെ ഡേവിഡ് നേരെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴേക്കും ടീച്ചർമാരും കുട്ടികളൊക്കെ ഇവനെ കാണാഞ്ഞ് അവിടെ മുഴുവൻ അങ്ങനെ തേടി നടക്കുകയായിരുന്നു. എന്തായാലും ഈ ടീച്ചറെ കണ്ടപാട് തന്നെ ഡേവിഡ് ഓടിച്ചെന്നിട്ട്, ടീച്ചറെ ഉള്ളിൽ 2 മന്ത്രവാദികൾ പൂരം തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആകെ നാശകോശായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് ഇവരെല്ലാവരും ചെന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം പഴയതുപോലെ തന്നെ. എന്തായാലും ആ ഒരു ഫൈറ്റിനിടയിൽ ഒരു ഇച്ചിരി വെള്ളം അവന്റെ ആ ഒരു ട്രൗസറിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ള പിള്ളേര് ഇവനെന്തോ കണ്ട് പേടിച്ച് മൂത്രവിഷയെന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കരമായിട്ട് പൂരം കളിയാക്കല്. അവനാകെ എന്തോ പോലെ ആയി പോവാണ്. മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുടം ഉണ്ടല്ലോ, മാന്ത്രിക കുടം, ഇതിനുള്ളിലാണ് സകലമാന മന്ത്രവാദികളും അതുപോലെ തന്നെ നമ്മുടെ ബൽത്തസാർ അടക്കമുള്ളത്. ഇത് കയ്യിൽ വെച്ചോണ്ടെന്ന പണിയാണെന്ന് വിചാരിച്ചിട്ട് ഡേവിഡ് വേഗം തന്നെ അതെടുത്ത് ഒരൊറ്റ ഏറി കൊടുക്കുകയാണ്. എന്തായാലും ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ 10 വർഷമായിട്ടുണ്ട്. ഡേവിഡ് വളർന്ന് വലുതായി ഒരു ടീനേജ് പയ്യനായി മാറിയിരിക്കുകയാണ്. അവനും അവന്റെ ആ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് ഒരു പഴയ വീട്ടിലാണ് താമസിക്കുന്നത്. മാത്രമല്ല എന്തൊരു ടെസ്ല കോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പരിപാടി ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ കോളേജിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് യാദൃശ്ചികമായിട്ടൊരു കാറ്റ് വീശിയാണ്. ആ കാറ്റിനിടയിൽ വെച്ച് ഒരു കാല് അവൻ കാണുന്നുണ്ട്. സോ നല്ല പരിചയമുള്ള കാലാണല്ലോ ഇത് പറഞ്ഞ് ഫോളോ ചെയ്ത് അവൻ അതിന്റെ പിന്നാലെ ചെന്ന് നോക്കുമ്പോൾ ചെറുപ്പത്തിൽ ഒരു പേപ്പറിലൂടെ അവനോട് മറുപടി പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് തന്നെയായിരുന്നു ഇത്, ബെക്കി. നമ്മുടെ മച്ചാൻ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണ്. അവളുടെ അടുത്തേക്ക് എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. പഴയ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പുതുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ 10 വർഷങ്ങൾക്ക് മുന്നേ ഡേവിഡ് ആ മ്യൂസിയത്തിൽ വെച്ച് കണ്ട കാര്യം ഉണ്ടല്ലോ, ബൽത്തസാറും അതുപോലെ തന്നെ ഹോവാത്തും അവരുടെ ഫൈറ്റിനൊടുവിൽ ഈ ബൽത്തസാർ തന്നെ രണ്ടുപേരും ഒരുമിച്ച് വലിയൊരു കൂജയുടെ ഉള്ളിൽ പൂട്ടി വെച്ചില്ലേ. അത് ആ ഒരു ചെറിയ കൂജയല്ല, ഇത് വേറെ കൂജയാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ 10 വർഷം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വിറയലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഇവർ രണ്ടുപേരും പുറത്തേക്ക് വരാൻ നോക്കുന്നതായിരിക്കും. ഇതേ സമയത്ത് തന്നെ രാത്രിയായപ്പോൾ കോളേജിൽ ആ ഒരു പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും, അതായത് ഡേവിഡും ബെക്കിയും കൂടെ ആ ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങാണ്. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ചെറിയ ഇടിമിഞ്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ബെക്കി വർക്ക് ചെയ്യുന്ന ആ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ പോയപ്പോൾ ഇന്ന് ലൈവ് ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം ഈ ഇടിമിന്നല് കാരണം അവിടുത്തെ സിസ്റ്റം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അടിച്ചു പോയിരിക്കുകയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് വന്നിട്ട് ഡേവിഡ് ഇതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവൻ അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവനത് നേരാക്കി കൊടുക്കുന്നുണ്ട്. സോ ഇന്ന് മുടങ്ങും എന്ന് കരുതിയ അവരുടെ ആ ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ടല്ലോ, അതൊരു കുഴപ്പമില്ലാതെ നടത്താൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെക്കിക്ക് അവനോട് ഭയങ്കര ഒരു ഇംപ്രഷൻ തോന്നുകയാണ്. എന്തായാലും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ഡേവിഡും അവന്റെ കൂട്ടുകാരനുള്ള സുറവും കൂടെ അവളുടെ ആ ഒരു ലൈവും അവളുടെ ആ ഒരു സംസാരമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ബൽത്തസാറിനെയും അതുപോലെ ഹോവാത്തിനെയും ഇവർ രണ്ടുപേരും ഇപ്പോൾ ആ ഒരു വലിയ കോശുണ്ടല്ലോ, ഇതിന് പതിയെ വിറയല് വരുന്നെന്ന് പറഞ്ഞല്ലേ, അതിന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഒരു പുക വരികയാണ്. ബൽത്തസാർ ആയിരിക്കുമെന്ന് കരുതി നോക്കുന്ന സമയത്ത് ആ പുകയിൽ നിന്ന് പിന്നീട് വന്നത് ഹോവാത്തായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന അപ്പൂപ്പനും
അമ്മൂമ്മയോട് ചോദിക്കുകയാണ്, ഞാനല്ല ആദ്യം വന്നത്, ഇതിനു മുന്നേ ആരും വന്നിട്ടില്ലല്ലോ. ആ ഒരു ഭയം കാരണം അതേന്ന് പറയണം. പെട്ടെന്ന് തന്നെ ഹോവാത്ത് ആ ഒരു കൂജ എടുത്തുകൊണ്ട് താഴേക്ക് എറിയാൻ വേണ്ടി പോവാണ്, അതായത് ബൽത്തസാറിനെ നശിപ്പിക്കാൻ വേണ്ടി. എന്നാൽ താഴേക്ക് വീണ് ആ ഒരു കൂജ പൊട്ടുന്നതിന് മുന്നേ തന്നെ ബൽത്തസാർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല അവിടെ ഒരു ശില്പം ഉണ്ടായിരുന്നു, ഒരു കഴുകന്റെ ശില്പം. അതിനിപ്പോ ജീവൻ വെപ്പിച്ച് അതിന്റെ പുറത്തൂടെ നേരെ ഡേവിഡിന്റെ അടുത്തേക്ക് ഇപ്പൊ ബൽത്തസാർ പോവാണ്. എന്നാൽ അതിന് മുന്നേ ആയിട്ട് തന്നെ ഹോവാത്ത് ഡേവിഡിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡേവിഡ് ആണെങ്കിലോ അവന്റെ ആ ഒരു പ്രൊജക്ട് ലാമ്പിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു അരികിലായിട്ട് ഇയാൾ അങ്ങനെ ഇരിക്കുകയാണ്. വന്ന പാട് തന്നെ ഇയാൾ ഡേവിഡിനെ കണ്ട് ഒരേ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, ഗ്രിം ഹോൾഡ്, അതായത് ആ ഒരു ചെറിയ കൂച്ച അതെവിടെയാന്ന്. ആ മന്ത്രവാദിനിയും അതുപോലെ തന്നെ അവളെ ചുറ്റിപ്പറ്റിയുള്ള വേറെ മന്ത്രവാദിനികളെ പൂട്ടി വെച്ചിരിക്കുന്നത് ആ ചെറിയ കുടം കൂച്ച എന്ത് വേണമെങ്കിലും പറയാം, അതിന്റെ പേരാണ് ഗ്രിം ഹോൾഡ്. നിങ്ങൾ മറക്കണ്ട കേട്ടോ. അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഡേവിഡിനെ ഒന്നും തിരിയുന്നില്ല. ഏത് ഗ്രിം ഹോൾഡ് എനിക്ക് അറിയൊന്നുമില്ല. മാത്രമല്ല അവന് വല്ലാത്തൊരു പേടി തോന്നിയത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ അവനെ പിടിക്കാനായിട്ട് പിന്നാലെ ഹോവാത്ത് പോകുന്നൊന്നുമില്ല. ഇയാൾക്കൊരു കഴിവുണ്ടല്ലോ, ഈ ജീവനില്ലാത്ത സാധനങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുന്ന. സോ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക വടി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന പുസ്തകത്തിൽ ഒന്ന് തൊടുകയാണ്. അതിൽ ഒരു 4-5 ചെന്നായ്ക്കളുടെ ചിത്രമായിരുന്നു. പെട്ടെന്ന് തന്നെ അവറ്റകൾക്ക് ജീവൻ വെച്ച് നമ്മുടെ ഡേവിഡിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് ആണെങ്കിലോ ഇപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഈ ഓടുന്നതിന്റെ ഇടയിൽ ഭയം കാരണം അവൻ തെന്നി അടിച്ച് വീഴാണ്. ഇതേ സമയത്ത് ഈ ചെന്നായ്ക്കൾ മുഴുവൻ അവന്റെ മെത്തേക്ക് ചാടി വീഴുമ്പോ പെട്ടെന്ന് എന്തോ ഒന്ന് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ചാടി വീണ ആ ഒരു ചെന്നായ്ക്കളൊക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളായിട്ട് മാറുകയാണ്. നോക്കുമ്പോ എന്താ അങ്ങോട്ടേക്ക് വന്ന ബൽത്തസാർ കാണിച്ച ഒരു വിദ്യയായിരുന്നു അത്. എന്തായാലും ഇതിന് ശേഷം ഈ ഹോവാത്തിന് നേരെ എന്തൊരു മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവനെ കുറച്ചു നേരം ഫ്രീസ് ആക്കിയിട്ട് ഈ ഡേവിഡുമായിട്ട് ബൽത്തസാർ വേഗം തന്നെ രക്ഷപ്പെട്ടു പോകണം. വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. മാത്രമല്ല ഈ ബൽത്തസാർ ഒരു ശില്പം പോലെയുള്ള പക്ഷിക്ക് ജീവൻ കൊടുത്താണല്ലോ അതിന്റെ പുറത്ത് കയറി ഇങ്ങോട്ടേക്ക് വന്ന്. അത് പഴയതുപോലെ തന്നെ ആ ഒരു ശില്പമായിട്ട് മാറുകയാണ്. എന്നാൽ 10 വർഷത്തിന് ശേഷം ഇയാളെ നേരിട്ട് കണ്ടപ്പോ ഡേവിഡ് അവന്റെ ആ ഒരു ദേഷ്യം മുഴുവൻ തീർക്കുകയാണ്. കാരണം അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഇവന്റെ ആ ഒരു ടൗസറൊക്കെ നനഞ്ഞ് പുറത്തേക്ക് വന്നില്ല. പിള്ളേര് മുഴുവൻ അവൻ എപ്പോഴും കളിയാക്കും. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട് അവൻ അന്ന് മുതൽ ഭയങ്കര പേടിയായിരുന്നു, മടിയായിരുന്നു, ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് മാറുകയാണ്. സോ ഇതിനെക്കുറിച്ച് ഈ ബൽത്തസാറിനോട് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ കാണണ്ട, പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ ബൽത്തസാർ ഒരു കാര്യം പറയാണ്, നീ അതൊന്നും ഇപ്പൊ നിന്റെ തലയിൽ വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഒഴിവാക്ക്. നിന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന ആ ഒരു ഗ്രിം ഹോൾഡ് ഉണ്ടല്ലോ, അതെവിടെയാണ്? ഞാൻ പൂട്ടിവെച്ച് ഒരുപാട് മന്ത്രവാദികളുടെ ആത്മാവ് അതിന്റെ ഉള്ളിലുണ്ട് എന്ന് പറയും. അധികം വൈകാതെ അവർ പുറത്തേക്ക് വരും. അവരിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് നിനക്ക് മാത്രമേ കഴിയുള്ളൂ. ഇതെല്ലാം കേട്ടപ്പോൾ ഡേവിഡിന് വീണ്ടും ദേഷ്യം വരികയാണ്. അന്നേ നിങ്ങൾ എന്റെ ലൈഫിലേക്ക് വന്ന് ജീവിതം കുളം തോണ്ടി കളഞ്ഞു. ഇനിയും എന്റെ ലൈഫിലേക്ക് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണ്ട, ഒന്ന് പോയി തരുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ എവിടുന്നോ നമ്മുടെ ഡേവിഡിന്റെ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, അവന്റെ റൂമിൽ അവന്റെ ഷെൽഫ്, അത് പറന്ന് വന്ന് ഇപ്പൊ ആ ഒരു ടെറസും നിൽക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നിന്നും ഡ്രാഗന്റെ രൂപമുള്ള ആ ഒരു മോതിരം ഇപ്പൊ ബൽത്തസാർ എടുക്കുകയാണ്. ഇപ്പൊ ബൽത്തസാർ ചോദിക്കുകയാണ്, നിനക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തിനാണ് വളരെയധികം സേഫ് ആയിട്ട് ഡേവിഡ് നീ ഈ ഒരു മോതിരം എടുത്തു വെച്ചത്? ഇവിടെ വെച്ച് ഡേവിഡിന് വലിയ മറുപടി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇതൊക്കെ എന്താണ് അറിയണമെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി. അതെല്ലാം ഇപ്പൊ കണ്ടില്ല എന്ന് നടിയാണ് ബൽത്തസാർ. മാത്രമല്ല ബൽത്തസാർ പറയണ, ഓക്കെ നീ എന്റെ കൂടെ നിൽക്കണ്ട, പക്ഷേ 10 വർഷം മുന്നേ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഗ്രിം ഹോൾഡ് അത് കണ്ടുപിടിക്കുന്നത് വരെ മാത്രം നീ എന്റെ കൂടെ നിന്നാ മതി, ഓക്കെ ആണോ? അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിട്ടാളാം, ഓക്കെ എന്ന് ഇപ്പൊ ഡേവിഡും പറയാണ്. ഇപ്പോ ഡേവിഡിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൺ മോതിരം ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ചുകൊണ്ട് ചില മന്ത്രവാക്യങ്ങളൊക്കെ ഉപയോഗിച്ച സമയത്ത് ബൽത്തസാറിന് ഒരു പുക പോലെ ഒരു സ്ഥലം കാണാണ്. അവിടെയാണ് ഇപ്പൊ നിലവിൽ ആ ഒരു ഗ്രിം ഹോൾഡ് ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് ഇപ്പൊ ഇവർ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡേവിഡ് സ്വാഭാവികമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, അല്ല നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ആ ജീവനില്ലാത്ത പക്ഷിയുടെ മുകളിൽ കയറിയിട്ടല്ലേ, അതിനൊന്നുകൂടെ ജീവൻ കൊടുത്തൂടെ, എന്നിട്ട് നമുക്ക് അതിന്റെ മുകളിലൂടെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ബൽത്തസാർ പറയണ, ആവശ്യമില്ലാതെ നമ്മൾ അതിനെ ഉപയോഗിക്കാൻ പാടില്ല, തൽക്കാലം എനിക്കൊരു കാറുണ്ട്, നമുക്ക് അത് ഉപയോഗിച്ച് പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അവിടുത്തെ ആ ഒരു ഗോഡൌണിലൊരു പഴയ കാർ ഉണ്ടായിരുന്നു, അതെടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ പാട് അതിന്റെ പുറത്തുണ്ടായിരുന്ന പൊടിയും കാര്യങ്ങളൊക്കെ മാറി നല്ല വെട്ടി തിളങ്ങുകയാണ്. പോകുന്ന പോക്കിൽ ബൽത്തസാർ ഡേവിഡിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ സയൻസും അതുപോലെ തന്നെ മന്ത്രവാദവും രണ്ടും രണ്ടല്ല കേട്ടോ. നിങ്ങൾ സയൻസ് ഉപയോഗിച്ച് പാർട്ടിക്കിൾ മാറ്റേഴ്സ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നു, എന്നാൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള എന്നെ പോലെയുള്ള മന്ത്രവാദികൾ ഞങ്ങളുടേതായ ബാഹ്യശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നു. മാത്രമല്ല സ്വയം എങ്ങനെ തീ ഉണ്ടാക്കാം, ഒരു എനർജി ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ബൽത്തസാർ ഡേവിഡിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ഇവർ നേരെ ആ പുക വന്ന സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാ പോകുന്നത്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് 10 വർഷങ്ങൾക്ക് മുന്നേ ഈ ബൽത്തസാറും ഹോവാർത്തും തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്ന ആ ഒരു മ്യൂസിയം ഉണ്ടല്ലോ, അതിന്റെ മുന്നിലേക്ക് ഇപ്പൊ ഹോവാർത്ത് ചെന്നിട്ടുണ്ട്. മാത്രമല്ല അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ ഇപ്പൊ ഹോവാർത്ത് ഇങ്ങനെ കാണുകയാണ്. നോക്കുമ്പോൾ അന്ന് ഈ ഗ്രിം ഹോൾഡ് ഉണ്ടല്ലോ, ദേഷ്യം കാരണം ഡേവിഡ് ഒരൊറ്റ ഏറ് കൊടുത്തു. ആ റോഡരികിൽ കിടന്ന ആ ഒരു ഗ്രിം ഹോൾഡ് ആണെങ്കിൽ ഒരു ചൈനക്കാരന്റെ കയ്യിലാണ് കിട്ടിയത്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ വസ്തുക്കൾ കിട്ടിയാൽ എവിടെ കൊണ്ടുപോയി വിൽക്കും എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ ഹോവാർത്ത് മനസ്സിലാക്കുകയാണ്. അതൊരു ചൈന ടൗൺ ആയിരുന്നു. ഇയാൾ നേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ ഇതേ സ്ഥലത്തേക്ക് തന്നെയാണ് ബൽത്തസാറും നമ്മുടെ ഡേവിഡും പോകുന്നത്. ഇപ്പൊ ആ ഒരു ചൈന ടൗണിലേക്ക് വന്ന് നോക്കിയ സമയത്ത് അവിടെ വലിയ എന്തോ അവരുടെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ വെച്ച് വലിയൊരു മ്യൂസിയം കാണുന്നുണ്ട്. മിക്കവാറും അതിന്റെ ഉള്ളിലായിരിക്കും ആ ഒരു ഗ്രിം ഹോൾഡ് ഉണ്ടാവുക. നീ എന്തായാലും ഉള്ളിലേക്ക് വരണ്ട, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡേവിഡിനെ പുറത്ത് നിർത്തി ഉള്ളിലേക്ക് ബൽത്തസാർ പോവാണ്. പോയ വാർഡിന് ഒരു മുത്തശ്ശി വന്നിട്ട് എന്താ മോനെ വേണ്ടതെന്ന് ചോദിക്കുകയാണ്.
എന്നാൽ ഒരു കരുണയും കാണിക്കാതെ ബെൽത്തസാർ ആ ഒരു മുത്തശ്ശി എടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. ഇയാളെന്താ ഇങ്ങനെ എന്ന് തോന്നാൻ വരട്ടെ, കാരണം ആ മുത്തശ്ശിയത് മറ്റാരുമല്ല ഹോവാത്തായിരുന്നു. അടി കൊണ്ട് തെറിച്ച് വീണപ്പോ തന്നെ അവൻ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. പക്ഷേ ഒറ്റയടിക്ക് ഹോവാർത്തിന് നമ്മുടെ ബെൽത്തസാറുമായിട്ട് ഏറ്റുമുട്ടി അങ്ങോട്ട് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബെൽത്തസാർ പൂട്ടിയിട്ട ഈ ഹോവാത്ത് തുറന്നു വിടുകയാണ്. ഒരു മൊട്ട ചൈനക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരു മന്ത്രവാദി ഇത് വന്ന പാട് തന്നെ അവന്റെ ആ ഒരു ദേഷ്യം മുഴുവൻ അങ്ങ് തീർക്കാണ്. അവന്റെ സകലമാന മാജിക് ഉപയോഗിച്ചുകൊണ്ട് ബെൽത്തസാറിനെ നശിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ ബെൽത്തസാർ നൈസായിട്ട് അവനെ ചവിട്ടി പുറത്തേക്ക് ഇടുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഡേവിഡിനെ ഇപ്പൊ ഒരു മന്ത്രവാദി കാണുന്നുണ്ട്. ഓഹോ, നീ അവന്റെ ആളല്ലേ, നിന്നെ ആദ്യം തീർത്തേക്കാന്ന് കരുതിയിട്ട് ഇവന്റെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗണെ അതിന് ജീവൻ കൊടുത്ത് നമ്മുടെ ഡേവിഡിനെ പിടിക്കാൻ വേണ്ടി അവന്റെ പിന്നാലെ വിടുകയാണ്. ഇതേ സമയത്ത് തന്നെ ബെൽത്തസാറും ഹോവാത്തും തമ്മിൽ ആ മ്യൂസിയത്തിന്റെ ഉള്ളിൽ വെച്ച് നല്ല കിടിലം ഫൈറ്റ് നടക്കുകയാണ്. അതിനൊടുവിൽ ഹോവാത്തിനെ അടിച്ച് പഞ്ഞിക്കിട്ട് ബെൽത്തസാർ ആ ഒരു ഗ്രീം ഹോൾഡ് അവിടുന്ന് കണ്ടുപിടിച്ച് ബെൽത്തസാർ പുറത്തേക്ക് എറിയുകയാണ്. എന്നാൽ ഇതേ സമയത്തിന് പുറത്തേക്ക് ആ ഒരു ഉത്സവം നടക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് വന്ന ആ ഒരു പുതിയ മന്ത്രവാദി ഉണ്ടല്ലോ, അവനൊരു ഡ്രാഗൺ ഉണ്ടാക്കിയില്ലേ. ഇതെല്ലാം കണ്ട് ആൾക്കാരാകെ ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതിപ്പോ നമ്മുടെ ഡേവിഡിന്റെ പിന്നാലെ തന്നെ പൊക്കൊണ്ടിരിക്കുക. സോ ആ സമയത്ത് ബെൽത്തസാർ പറയുന്നത് അവനിങ്ങനെ കേൾക്കുന്നുണ്ട്, നിന്റെ കയ്യിലുള്ള ആ ഒരു മോതിരം അത് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മാന്ത്രിക ശക്തി നീ ഉപയോഗിക്കുക, അതിനെ നേരിടുക എന്ന് പറയാണ്. നല്ല ഭയം ഉണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് ആ ഒരു മോതിരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രാഗണെ നമ്മുടെ ഡേവിഡ് നേരിടുകയാണ്. പെട്ടെന്ന് തന്നെ അത് പൂർണ്ണമായിട്ടും പൊടിഞ്ഞു പോവാണ്, അതായത് പേപ്പർ കഷ്ണങ്ങളായിട്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ ഇതെന്തൊക്കെയോ വലിയ മാജിക് ആണെന്ന് വിചാരിക്കുകയാണ്. ആകെ ഭയന്നിരുന്നവരെല്ലാം പഴയതുപോലെ ആവുകയാണ്. എന്തായാലും ഇതിനുശേഷം ആ ഒരു ഗ്രിം ഹോൾഡ് ഇവർക്ക് കിട്ടിയല്ലോ. ബെൽത്തസാർ ഇപ്പോൾ ഡേവിഡുമായിട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ ബെൽത്തസാർ ഡേവിഡിനോട് ഒരു കാര്യം പറയണം, ഓക്കെ ഇത്രയും മതി നിന്റെ ഹെൽപ്പ്, ഗ്രിം ഹോൾഡ് കിട്ടുന്നത് വരെ നീ എന്റെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞില്ലേ, ഓക്കെ നീ ആ ഒരു മോതിരം തന്ന് തിരിച്ചു പോയിക്കുമെന്ന് പറയണം. എന്നാൽ ഡേവിഡ് പറയാണ്, അല്ല ബെൽത്തസാറെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്, ഇപ്പൊ ബെൽത്തസാർ ചോദിക്കാണ് എത്രയൊക്കെ ആയ സ്ഥിതിക്ക്, അല്ല ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ചുകൂടെ മന്ത്രവാദം പഠിച്ചിട്ട് നിർത്തിയാ പോരെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എന്റെ വഴിക്ക് വാ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നല്ലൊരു സ്ഥലം വേണമെന്ന് പറയണം. ഇപ്പൊ നമ്മുടെ ഡേവിഡ് പറയുന്നത്, ആ അതിന് അടിപൊളി സ്ഥലം ഉണ്ടല്ലോ, എന്റെ വീടിന്റെ ബേസ്മെന്റിലേക്ക് തന്നെ പോകാന്ന് പറയണം. അതായത് ഇവരുടെ പ്രൊജക്റ്റും കാര്യങ്ങളും നടത്തുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് തന്നെ. അവിടെ എത്തിയ പാട് തന്നെ ഗ്രിം ഹോൾഡ് എന്ന് പറഞ്ഞ ആ ഒരു കുടം ഉണ്ടല്ലോ, അത് മാജിക്കിലൂടെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ഒരു ബെൽത്തസാർ. ഇതിനുശേഷം ബെൽത്തസാർ അവന് കൊടുക്കാനായിട്ട് ആ ഒരു വലിയ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലാണ് ഒരുപാട് മന്ത്രവാക്യങ്ങൾ ഉള്ളത്. അതിന്റെ ചെറിയൊരു ഭാഗം എടുക്കുകയാണ്. മാത്രമല്ല അവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് വലിയൊരു മാന്ത്രിക സർക്കിൾ ഒരു വട്ടം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിന്റെ പേരാണ് മെർലിൻ സർക്കിൾ. ഒരാൾ മന്ത്രവാദവും ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് അത് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ, അതായത് കഴിവ് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ബെൽത്തസാറിന്റെ കൂടെ ഡേവിഡ് ആ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് തട്ടുകടയെല്ലാം നടത്തി അവിടെ ഫുഡ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു അപ്പാപ്പനെയാണ്. പെട്ടെന്ന് ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാസ്റ്റിയിൽ ഒരു നക്ഷത്രത്തിന്റെ ചിഹ്നം പെട്ടെന്ന് രൂപപ്പെട്ടു വരികയാണ്. ഈ അപ്പാപ്പന് അപ്പൊ തന്നെ കാര്യം മനസ്സിലായിട്ട് പതിയെ ഇരുട്ടിലേക്ക് പോവാണ്. നോക്കുമ്പോൾ അവിടെ ആരുണ്ടായിരുന്നു, ഹോവാത്ത് ഉണ്ടായിരുന്നു. ഈ ഹോവാത്തിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ അപ്പാപ്പൻ. അങ്ങനെ ആ ഒരു നക്ഷത്രം വന്നപ്പോ തന്നെ ഇയാൾക്ക് കാര്യം മനസ്സിലായി, ഈ ഹോവാത്തിന്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പൊ ഹോവാത്ത് ഈ ഒരു അപ്പാപ്പനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് സഹായം വേണം, എനിക്ക് ആളുകളും വേണമെന്ന്. എന്നാൽ ഈ അപ്പാപ്പന് മന്ത്രവാദങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ അത് അറിയുന്ന ഒരാളുണ്ട്, പക്ഷേ അവൻ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല, ആളൊരു കില്ലാടിയാണ്. അതെ, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാ വേണ്ടതെന്ന് ഹോവാത്ത് പറയാണ്. അങ്ങനെ ഈ കിഴവൻ പറഞ്ഞ ആ ആളുടെ അടുത്തേക്ക്, അവന്റെ പേര് ഡ്രേക്ക് എന്നാട്ടോ, ഈ ഡ്രേക്കിനെ തേടി ഹോവാത്ത് ചെല്ലുകയാണ്, അവനിലൂടെ ഒരു സൈന്യത്തെ ഉണ്ടാക്കാനായിട്ട്. ഇതേ നേരം തന്നെ ബെൽത്തസാർ ഡേവിഡിന് പല വിദ്യകളും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും അവനത് പഠിച്ചെടുക്കാൻ കഴിയുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുകയാണ്. മാത്രമല്ല അതിനിടയിൽ അവന് പരിക്കും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ ഡ്രേക്കിനെ തേടി ഹോവാത്ത് ചെന്ന് പറഞ്ഞില്ലേ, ആളൊരു വ്യത്യസ്തനായിട്ടുള്ള ഭയങ്കര ഫ്രീക്കി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ ഡ്രേക്കിന് ഹോവാത്തിനെ കണ്ട സമയത്ത് തന്നെ ഇവന്റെ പരമ്പരയിൽപ്പെട്ട ആ മന്ത്രവാദിയാണ് ഇത് എന്ന് മനസ്സിലായി. മാത്രമല്ല ഇയാളുടെ ചരിത്രവും ഡ്രേക്കിന് അറിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്, നിങ്ങൾ ആ ഒരു കൂജയുടെ ഉള്ളിൽ അടക്കപ്പെട്ട് കിടക്കുകയായിരുന്നില്ലേ, അതൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. മാത്രമല്ല നീ എന്റെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നിൽക്കുന്നു പറയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ മെർലിൻ എന്ന ആ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ, അതായത് ഈ ഹോവാത്തിന്റെ ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ ആ ഒരു പുനർജന്മം പ്രൈം മെർലിൻ, അവൻ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. അവനെ ബെൽത്തസാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവരെ തടുക്കണം. അതിന് തീർച്ചയായിട്ടും എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഇതേ സമയത്ത് തന്നെ ബെൽത്തസാറും ഡേവിഡും അവരുടെ ആ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഡേവിഡ് അവന് ക്രഷുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ബെക്കി, അവളെ കാണുകയാണ്. ഇപ്പൊ ബെൽത്തസാറിനോട് ചോദിക്കണം, ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാന്ന്. ഇപ്പൊ ബെൽത്തസാർ പറയാണ്, എടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ നിന്ന് മാറ്റി വെക്ക്, കാരണം ഈ ലോകം തന്നെ നിന്നിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. നിനക്ക് മാത്രമേ ആ ഒരു ഗ്രിം ഹോൾഡിൽ പൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ ശക്തി, അതായത് ആ മന്ത്രവാദിനി മോർഗാനിയെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഇതിലേക്ക് മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ബെൽത്തസാർ തിരിഞ്ഞു നോക്കിയപ്പോൾ ചെറുക്കൻ അവിടെ കാണാനില്ല. ഇതിന്റെ വല്ല ബോധം അവനുണ്ടോ? അവൻ നേരെ ബെക്കിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ടുണ്ട്. ചുമ്മാ അവളോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു കള്ളൻ വന്നിട്ട് ഇവരുടെ മുന്നിൽ വന്നിട്ട് അവരുടെ ബാഗും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പറയാണ്. ബെക്കിയാണെങ്കിൽ ശരിക്കും പേടിച്ചുപോയി. ഡേവിഡ് പതിയെ കുറച്ചൊക്കെ മന്ത്രവാദങ്ങൾ അവൻ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ബേക്കിലുണ്ടായിരുന്ന ഡസ്റ്റ്ബിൻ എടുത്ത് ഇയാളുടെ പുറത്തിട്ട് ഒരേറ്റ അടി അടിക്കുകയാണ്. അതും മാജിക്കിലൂടെ കേട്ടോ. ഇയാളാകെ പേടിച്ച് അവിടെ ഓടുകയാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോയ ബെക്കി ചോദിക്കണം, എടാ ഇതൊക്കെ എങ്ങനെയാണ് നിനക്കറിയുന്നത്? ഇത് മന്ത്രവാദത്തിലൂടെയാണ്
എന്തൊക്കെയാണ് ചെയ്തത് എന്ന് പറയാതെ ഞാൻ ഡെയിലി രാത്രി കരാട്ടെ കുംഫു ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഇടക്കിടക്ക് കളരിയും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഹോ ഭയങ്കരം തന്നെ. ഇതെല്ലാം കണ്ട് വിചാരിച്ചതുപോലെ തന്നെ ബെക്കി നന്നായിട്ട് ഇംപ്രസ് ആയിരിക്കുകയാണ്. ഇതിനിടയിൽ നൈസായിട്ട് വന്നിട്ട് ബെൽതസാർ ഡേവിഡിനെ കൂട്ടിയിട്ട് പോവാണ്. ഡാ ചെറുക, നിന്റെ മൈൻഡ് ഒരുപാട് ഡൈവേർട്ട് ആവുന്നുണ്ട് എന്ന് പറയാണ്. ഇപ്പൊ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഹോവാത്തിന് ഇപ്പൊ പുതിയൊരു കയ്യാളെ കിട്ടിയിട്ടില്ലേ, ഡ്രേക്ക്. ഇവനുമായിട്ട് നഗരത്തിന്റെ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആ പുരാതനമായ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മരിച്ച ഒരുപാട് ജീവനുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഒരു നല്ല ലൊക്കേഷനാണ് ഇതെന്ന് മനസ്സിലായിട്ട് ഇപ്പൊ ഹോവാത്ത് ഡ്രേക്കിന് ചില ജോലികൾ ചെയ്യാണ്. എത്രയും പെട്ടെന്ന് അത് തീർക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇന്ന് രാത്രി തന്നെ എന്തോ ഒരു കാര്യം ഇവര് ചെയ്യാൻ പോവാണ്. കൂടെ തന്നെ ഗ്രിം ഹോൾഡും കണ്ടുപിടിക്കണം. അടുത്ത സീനിൽ നോക്കുകയാണെങ്കിൽ ഈ ബെൽതസാറും ഡേവിഡും പഴയതുപോലെ തന്നെ പ്രാക്ടീസിലാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ബെക്കി വരികയാണ്. ഇപ്പൊ ഈ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ മറന്ന് പെട്ടെന്ന് തന്നെ ബെക്കിയുടെ അടുത്തേക്ക് ഡേവിഡ് ഓടിച്ചില്ലാണ്. ചെറുപ്പക്കാരല്ലേ, കുറച്ചുനേരം എന്റർടൈൻ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് ബെൽതസാർ അവിടുന്ന് മനഃപൂർവ്വം ഒഴിവായി കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഡേവിഡ് പിന്നെയും ഈ ഒരു ബെക്കിയെ ഇംപ്രസീവ് ചെയ്യിക്കാനായിട്ട് അവൻ കണ്ടുപിടിച്ച ഒരു പുതിയ ടെസ്ല കോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനുശേഷം രണ്ടുപേരും കൂടെ കുറച്ച് ചുറ്റിക്കറങ്ങി കോളേജിലേക്കൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് എന്തായാലും രാത്രി കാണാന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. പോകുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റിലേക്ക് അവൻ ചെല്ലുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വന്ന ഡ്രേക്ക് ഇവനെ പിടിക്കുകയാണ്, തൂക്കിയെടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹോവാത്തും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവനോട് ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, ഗ്രിം ഹോൾഡ് അതെവിടെയെന്ന്. നിനക്കറിയില്ല അതിന്റെ ഉള്ളിൽ ആരെയാ പൂട്ടി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് വല്ലാതെ പേടിച്ച് അമ്പരന്നിങ്ങനെ നിൽക്കുകയല്ലാതെ നമ്മുടെ ഡേവിഡിന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മറ്റൊരാൾ വരികയാണ്. ആരായിരിക്കും? ബെൽതസാർ തന്നെ. ഇപ്പൊ ഹോവാത്തിന്റെ കൈയാളായിട്ടുള്ള ഡ്രേക്കിനെ തൂക്കി അങ്ങോട്ട് എടുക്കുകയാണ്. എന്നാൽ ഈ ഡ്രേക്ക് ആണെങ്കിൽ നമ്മുടെ ഡേവിഡിനെ പോലെ ഒട്ടും ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളായിരുന്നില്ല. നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് കുറച്ചൊക്കെ മന്ത്രവാദവും കാര്യം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ്. സോ ഡ്രേക്ക് അവന്റെ ആ ഒരു മന്ത്രവാദങ്ങൾ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബെൽതസാറിന്റെ മുന്നിൽ അതൊന്നും ഒരു വിലപ്പോയില്ല. അവസാനം ബെൽതസാർ ഈ ഹോവാത്തിനെയും ഡ്രേക്കിനെയും രണ്ടുപേരെയും തൂക്കിയെടുത്ത് ഒരു ഏറ് കൊടുത്തിട്ട് തൽക്കാലം ഇപ്പൊ ഡേവിഡിനെ രക്ഷപ്പെടുത്തി ഇവിടുന്ന് പോവാണ്. എന്നാൽ അവരുടെ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇവരെത്തിയ സമയത്ത് ഡേവിഡ് ഒരു കാര്യത്തിൽ വാശി പിടിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ആരാ? ഇവിടെ എന്തേ സംഭവിക്കുന്നത്? ഞാൻ ശരിക്കും ആരാ? അവൻ എന്റെ അടുത്ത് പറഞ്ഞത് ഞാനൊരു പ്രൈം മെർലിനാന്നൊക്കെയാ. നിങ്ങൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അത് പറയാതെ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന് തന്നെ പറയണം. ശരി, എല്ലാ കാര്യവും നിനക്ക് അറിയണല്ലേ, വാ താഴേക്ക് വാന്ന് പറഞ്ഞിട്ട് ആ ഒരു പുസ്തകം തുറന്ന് ഓരോ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. നിനക്കറിയോ, പണ്ട് നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഒരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് മോർഗാന. മനുഷ്യരുടെ നാശമല്ലാതെ അവൾക്ക് വേറൊരു ലക്ഷ്യവും ഇല്ല. എന്തായാലും കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഓക്കെ, കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് മനുഷ്യരുടെ നാശം വരെ സംഭവിച്ചേക്കാവുന്ന ആ ഒരു ദുർമന്ത്രവാദി, അതായത് മോർഗാന, അവളെ നശിപ്പിക്കാനായിട്ട് അന്ന് ഏറ്റവും വലിയ മന്ത്രവാദി മെർലിൻ പരമാവധി ശ്രമിച്ചായിരുന്നെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് അതിന് പറ്റിയില്ല. ആ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷേ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളോടും കൂടിയിട്ട് മറ്റൊരാൾ പുനർജനിക്കുമെന്ന്, പ്രൈം മെർലിൻ. സോ ഡേവിഡ്, ആ പ്രൈം മെർലിൻ അത് നീയാണെന്ന് പറയണം. അദ്ദേഹത്തിന്റെ രക്തപരമ്പരയിൽപ്പെട്ട ആളാണ് നീ. സോ നിനക്ക് വലിയൊരു ചുമതല തന്നെ ഉണ്ടെന്ന് പറയണം. ഇതേ സമയത്ത് നമ്മുടെ ഡേവിഡ് പറയണം, അതിനൊക്കെയുള്ള കഴിവ് എനിക്കുണ്ടോ? എന്നെ കൊണ്ട് അതിന് പറ്റും തോന്നില്ല. ഇത് കേട്ടപ്പോ ബെൽതസാറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നീ എന്താ ഈ പറയുന്നത്? നിന്നെ തേടിക്കൊണ്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഞാൻ നടക്കുകയായിരുന്നു. ഈ ലോകത്തിന്റെ പ്രതീക്ഷ തന്നെ നിന്നിലാണ്. എന്നിട്ടും ഈ രീതിയിൽ നീ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. എന്തായാലും ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഹോർവാത്തിനെ കാണിക്കുകയാണ്. അവന്റെ കോളേജിലേക്ക് ചെന്നിട്ട് എവിടെ വെച്ചാണ് അവന്റെ ആ ഒരു പ്രൊജക്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിന്റെ ആ ഒരു അഡ്രസ്സ് ഇപ്പൊ ഈ ഹോർവാത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ബെൽതസാറും ഡേവിഡും കൂടെ ആ ഒരു പ്രാക്ടീസിൽ നിൽക്കുന്ന സമയത്ത് ഡേവിഡ് ഒറ്റ തവണത്തേക്ക് ഒരു എക്സ്ക്യൂസ് ചോദിക്കുകയാണ്. കാരണം ഇന്ന് രാത്രി ബെക്കിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം ഈ ഒരൊറ്റ തവണ കൂടെ എനിക്കൊരു എക്സ്ക്യൂസ് തരുമെന്ന് ചോദിക്കുകയാണ്. ബെൽതസാർ ആദ്യമൊന്നും സമ്മതിച്ചില്ല. ഓക്കെ, ഒരു ലാസ്റ്റ് ചാൻസ് അല്ലേ, അവനത് കൊടുത്തേക്കാന്ന് കരുതിയിട്ട് ഇപ്പൊ ബെൽതസാർ അവിടുന്ന് പോയി കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞാൽ എന്തായാലും ബെക്കി വരും. ഇവിടെ ആകെ അലങ്കോലായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇത് വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. എന്നാൽ ഒറ്റയ്ക്ക് ഇത് ചെയ്തങ്ങോട്ട് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അറിയാവുന്ന മാന്ത്രിക വിദ്യകൾ ഉപയോഗിക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഈ മഫും ചൂലൊക്കെ വന്നിട്ട് അവന്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതായത് ആദ്യമൊക്കെ അവൻ ആ ഒരു മന്ത്രം കൺട്രോൾ ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ചു നേരം വന്ന് കഴിഞ്ഞു നോക്കുമ്പോൾ പൈപ്പെല്ലാം തുറന്നിട്ട് ഇതൊക്കെ അൺകൺട്രോൾഡ് ആയിട്ട് ആ ഒരു ഹാള് മുഴുവനും നാശകോശാക്കാണ്. ഈ സമയത്താണ് ബെക്കി വരുന്നത്. എന്നാൽ ഇത് ബെക്കി കണ്ടാൽ ശരിയാവില്ല. പെട്ടെന്ന് തന്നെ വാതിലിന്റെ അരികിൽ അവൻ വന്നിട്ട് പറയണ, ബെക്കി ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്, നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ കഥ കിടക്കുകയാണ്. ബെക്കി ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ബെൽതസാർ വിചാരിക്കുകയാണ്, രണ്ടുപേരുടെയും മീറ്റിംഗ് എല്ലാം കഴിച്ചിട്ടുണ്ടാ, പോയി നോക്കാം എന്ന് കരുതി ബെൽതസാർ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഇതുപോലെ ചൂലും മഫും എല്ലാം കൂടി കിടന്ന് തകതിമി കളിക്കുകയാണ്. മൂപ്പര് കൈ കൊണ്ട് എന്തോ ഒരു കാര്യം കാണിച്ചപ്പോഴേക്ക് എല്ലാം പഴയതുപോലെ ആവുകയാണ്. നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ ഒരു മൂലക്ക് താടിക്കും കൈയെടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ പൊന്നാശാനെ, എന്നെ കൊണ്ട് ഈ പരിപാടി നടക്കുന്നു തോന്നില്ല. നിസാരമായിട്ട് ഈ ഒരു കാര്യം വരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഞാനാണോ മോർഗാനിയെ പോലെ ഒരു മന്ത്രവാദിയെ നശിപ്പിക്കാൻ പോകുന്നത്? എന്നെ കൊണ്ട് അത് നടക്കും തോന്നില്ല. അങ്ങനെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അവൻ ആ ഒരു സ്ട്രീറ്റിലേക്ക് പോവാണ്. പിന്നീട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അവൻ കയറി ചെല്ലുകയാണ്. ഈ മന്ത്രവാദവും ഒന്നും വേണ്ട, എല്ലാത്തിനും കാരണം ആ ഒരു മോതിരാണല്ലോ. അത് ഊരി വലിച്ചെറിയാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബെക്കി വരികയാണ്. എടാ ഡേവിഡ്, നിനക്ക് എന്താ പറ്റിയത്? ഞാൻ നിന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ ബെക്കിയോട് കാര്യങ്ങളൊന്നും ഡേവിഡ് പറയുന്നില്ല.
ഉണ്ടായിരുന്നില്ല, അതൊന്നും ഇല്ലടോ, എന്തോ മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ. അതൊക്കെ എന്നോട് സംസാരിച്ചാൽ ശരിയാകുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഡേവിഡും ബെക്കിയും അവിടെ സംസാരിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡേവിഡ് നേരെ അവന്റെ ആ ഒരു പ്രൊജക്ട് റൂമിലേക്ക് തന്നെ വരികയാണ്. അവിടെ നിലത്ത് കിടക്കുന്ന ആ ഒരു മാന്ത്രിക പുസ്തകം ഉണ്ടായിരുന്നു, അതിലൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കളഞ്ഞിട്ട് ഇപ്പൊ നേരെ നമ്മുടെ ബെൽത്തസാറിന്റെ അടുത്ത് വന്നിട്ട് പറയണം, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ എന്തോ ആ ഒരു സങ്കടത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഇതും പറഞ്ഞിട്ട് ഇപ്പൊ ബെൽത്തസാറിന്റെ അടുത്തേക്ക് ഡേവിഡ് വരികയാണ്. എന്ന് എന്തിനാണെന്നറിയില്ല, ഡേവിഡ് വന്നിട്ട് ബെൽത്തസാറിന് ഒരൊറ്റ തള്ളനാണ്. തെറിച്ചുപോയ ബെൽത്തസാറാണെങ്കിലും ഒരു കമ്പിയുടെ അവിടെ കുടിയും കിടക്കാണ്. നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് ഡേവിഡ് ആയിരുന്നില്ല, ഹോർവാത്ത് ആയിരുന്നു. കൂടെ തന്നെ അവന്റെ കയ്യാളായിട്ടുള്ള ഡ്രേക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ബെൽത്തസാറിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവിടെ നിന്നും ആ ഒരു പുസ്തകവും അതുപോലെ തന്നെ ഗ്രിം ഹോൾഡ് എന്ന് പറഞ്ഞ ആ ഒരു കുടമുണ്ടല്ലോ അതും കൂടെ ഇവൻ അടിച്ചു മാറ്റുകയാണ്. ഇതിനിടയിൽ എന്തുകൊണ്ടാണ് ഹോർവാത്തിന് ബെൽത്തസാറിനോട് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം അതും പറയാണ് വെറോണിക്ക. ഇവർ 3 പേരായിരുന്നല്ലോ, ബെൽത്തസാർ, വെറോണിക്ക, ഹോർവാത്ത്. ഇവരായിരുന്നല്ലോ മെർലിന്റെ ശിഷ്യന്മാര്. അതിൽ ആ ഒരു വെറോണിക്ക ചൂസ് ചെയ്തത് ബെൽത്തസാറിനായിരുന്നു. അതിൽ അസൂയയായി. ആ അസൂയ അവനൊരു ചെകുത്താനാക്കി മാറ്റി. അങ്ങനെയാണ് അവനൊരു വൃത്തികെട്ട മന്ത്രവാദിയായി മാറുന്നത്. എന്തായാലും ഇപ്പൊ ഹോർവാത്ത് ബെൽത്തസാറിനെ കൊല്ലാൻ നോക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഡേവിഡ് വരികയാണ്. ഇപ്പൊ അവന്റെ കയ്യിൽ ആ ഒരു മോതിരം ഉണ്ടല്ലോ, ആ മോതിരത്തിന്റെ ശക്തി ഉപയോഗിച്ച് ബെൽത്തസാറിനെ രക്ഷപ്പെടുത്താണ്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു പുസ്തകവും പിന്നെ ഗ്രിം ഹോളും ഇത് രണ്ടും എടുത്തുകൊണ്ട് ഡ്രേക്കും ഹോർവാത്തും അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇപ്പൊ ഡേവിഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ബെൽത്തസാറിനെ രക്ഷപ്പെടുത്തിയിട്ട് പറയാണ്, ആശാനെ നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് പോട്ട് പിടിക്കാന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും മറ്റൊരു വണ്ടി എടുത്ത് ഇവരുടെ പിന്നാലെ ചെല്ലുകയാണ്. എന്നാൽ ഹോർവാത്തിന് ഇപ്പൊ കുറച്ചധികം ശക്തികളൊക്കെ ആയിട്ടുണ്ട്, ആ ഒരു പുസ്തകം കയ്യിലേക്ക് വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവരൊരു ട്രാപ്പില് അകപ്പെടുത്തിയിട്ട് വണ്ടി ആക്സിഡന്റ് ആക്കിയിട്ട് വേഗം തന്നെ ഹോർവാത്ത് രക്ഷപ്പെട്ടു പോകണം. ഇതേ സമയത്ത് ബെൽത്തസാറും റേവിഡും കൂടെ ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ അതിന് കുറച്ച് മുന്നിലായിട്ട് ഹോവാത്തും അതുപോലെ തന്നെ ഡ്രേക്കും രക്ഷപ്പെട്ടു പോകണം. എന്നാൽ പോകുന്നതിനിടയിൽ ഈ ഹോവാത്ത് ഉണ്ടല്ലോ അവിടെ വരുന്ന ഒരു വൃദ്ധയെ തൊട്ടിട്ട് എന്തോ ഒരു മന്ത്രം ചൊല്ലുകയാണ്. സോ ഇപ്പൊ ആ ഒരു വൃദ്ധയുടെ അടുത്തേക്ക് എത്തിയ ബെൽത്തസാറിന് അവര് പെട്ടെന്ന് കണ്ടപ്പോൾ അവന്റെ പ്രണയിനിയായിട്ടുള്ള വെറോണിക്കയായിട്ട് തോന്നുകയാണ്. അവനാകെ ഷോക്കായി പോയിട്ടോ. ഇപ്പൊ ആ ഒരു വൃദ്ധയെ തൊട്ട് വെറോണിക്കാന്ന് വിളിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് രൂപം മാറി അതൊരു വൃദ്ധയായിട്ട് മാറുകയാണ്. എന്തോ ഭാഗ്യം അമേരിക്ക ആയതുകൊണ്ട് തല്ല് കിട്ടിയില്ല, നമ്മുടെ കേരളಕ್ಕೆ ആണെങ്കിൽ വളഞ്ഞിട്ട് തല്ലിയനെ ആ കുട്ടിയുടെ ചേട്ടന്മാര്. എന്തായാലും തന്റെ മൈൻഡിൽ എന്തോ ഒരു കൺഫ്യൂഷൻ വന്നതെന്ന് ബെൽത്തസാറിന് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഗ്യാപ്പിന് ഡ്രേക്കും ഹോർവാത്തും രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ബെൽത്തസാറിനെ നോക്കുകയാണെങ്കിൽ ആകെ ഒരു ശോകത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഡേവിഡ് വന്നിട്ട് ആരാണ് ഈ വെറോണിക്ക, എന്താ നിങ്ങൾക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മെർലിൻ എന്ന ആ മന്ത്രവാദിയുടെ 3 ശിഷ്യന്മാരായിരുന്നു ഞങ്ങൾ, ഞാന്, വെറോണിക്ക, ഹോവാത്ത്. പക്ഷെ ഈ വെറോണിക്കയ്ക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടായി, പക്ഷെ അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവനിങ്ങനെ കായിപ്പോയത്. എനിക്കാണെങ്കിൽ അവളിപ്പോ നഷ്ടമായിട്ടുണ്ട്, ആ ഒരു കുടത്തിനുള്ളിലാണ് അവൾ ഉള്ളത്. ഇപ്പൊ ഡേവിഡ് ബെൽത്തസാറിനെ സമാധാനിപ്പിക്കുകയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ആശാനെ, നമുക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ വെറോണിക്കയെ തിരിച്ചു കൊണ്ടുവരാട്ടോ. ഇതേ സമയത്ത് തന്നെ ഹോർവാത്തിനെ നോക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഇപ്പോ ഈ ഒരു ഡ്രേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രിം ഹോൾഡ് എന്ന് പറഞ്ഞ ഒരു ഭരണിയുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭരണിയുടെ ഉള്ളിൽ നിന്ന് മോർഗാനെ ഒറ്റയടിക്കൊന്നും പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ല. അവൾക്ക് മുന്നേ ആയിട്ട് വേറെയും കുറച്ച് മന്ത്രവാദികളെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അബിഗൽ എന്നൊക്കെ പേരുള്ള മറ്റൊരു മന്ത്രവാദി. സോ ഈ ഒരു മന്ത്രവാദിയെ പുറത്തെടുക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ തന്നെ എനർജി ആവശ്യമാണ്. അതിനുവേണ്ടി ഈ ഹോവാത്ത് എന്താ ചെയ്യുന്നത്, അയാളുടെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്ന ഡ്രേക്കിനെ തന്നെ ഉപയോഗിക്കുകയാണ്. അവന്റെ ജീവൻ എടുത്തുകൊണ്ട് ആ എനർജി കൊണ്ട് ഇപ്പൊ അബിഗലിനെ പുറത്തേക്ക് വിടുകയാണ്. അതൊരു മന്ത്രവാദിയാണ്. ഒരു ദുഷ്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചാൽ നല്ലതേ വരുള്ളൂ എന്ന് വിചാരിച്ചാൽ അതൊരു മണ്ടത്തരല്ലേ. എന്തായാലും ഇപ്പോ ഈ ഒരു അബിഗൽ പുറത്തേക്ക് വന്നല്ലോ. അബിഗലിന് ആദ്യം തന്നെ കിട്ടിയ ചുമതല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് സ്നേഹിക്കുന്നവന്റെ ആ ഒരു പെണ്ണുണ്ടല്ലോ ബെക്കി, അവളെ തട്ടിക്കൊണ്ടുവരലാണ്. ഇതിനുശേഷം അബിഗലിനെയും ഇയാൾ ഉപയോഗിക്കുകയാണ്. എന്തിന്, അവളുടെ ആ ഒരു ആത്മാവിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മോർഗാനെ ഇതിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറക്കാനായിട്ട്. ഇതേ നേരം തന്നെ ഈ സംഭവിക്കാനിരിക്കുന്ന വലിയ ആപത്തിനെ തടുക്കാനായിട്ട്, അതായത് ഗ്രിം ഹോൾഡ് തിരിച്ചു പിടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ബെൽത്തസാറും നമ്മുടെ ഡേവിഡും വരുന്നുണ്ട്. എന്ന് അവൾക്ക് അറിയില്ല നമ്മുടെ ബെക്കി ഇപ്പോ ഹോർവാത്തിന്റെ പിടിയിലാണെന്ന്. എന്തായാലും അവിടെ എത്തി രണ്ടുപേരും 2 വഴിക്ക് പോവാണ്. പരമാവധി ശ്രദ്ധയോടു കൂടിയാണ് ബെൽത്തസാർ പോയതെങ്കിലും നേരത്തെ തന്നെ ബെൽത്തസാർ വരുമെന്ന് മനസ്സിലാക്കി ഹോർവാത്ത് അവനായിട്ടൊരു ട്രാപ്പ് അവിടെ സെറ്റ് ചെയ്തിരുന്നു. ആ ട്രാപ്പിൽ ഇപ്പൊ ബെൽത്തസാർ പെട്ടുപോവാണ്. ഒരു മാജിക്കൽ ആയിട്ടുള്ള എന്തൊരു സംഭവം. അതുപോലെ തന്നെ മറ്റൊരു വഴിക്ക് പോയ ഡേവിഡ് ഈ ഒരു ഗ്രിം ഹോൾഡ് കാണുകയാണ്. അവൻ അത് എടുത്ത് ഉടനെ തന്നെ അവന്റെ മുന്നിലേക്ക് ഹോവാത്ത് വരികയാണ്. ഇയാളുടെ കയ്യിൽ പാരുണ്ട്, ബെക്കിയുണ്ട്. അവളുടെ കഴുത്തിൽ ആ ഒരു മാന്ത്രിക കോലും വെച്ചുകൊണ്ട് മര്യാദക്ക് അത് തന്നു. അതുപോലെ തന്നെ നിന്റെ കയ്യിലുള്ള ആ ഒരു മോതിരം, ഇത് രണ്ടും തരികയാണെങ്കിൽ മാത്രമേ ഇവളെ വെറുതെ വിടുകയുള്ളൂ എന്ന് പറയണം. അത് തന്നാൽ വെറുതെ വിടുക എന്ന് ഉറപ്പാണെന്ന് വാക്ക് ചോദിക്കുമ്പോൾ ഹോർവാത്ത് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഡേവിഡ് രണ്ടും കൽപ്പിച്ച് ഈ ഒരു ഗ്രിം ഹോൾഡും അതുപോലെ തന്നെ ആ മോതിരം ഇപ്പൊ ഹോർവാത്തിന് കൊടുക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ഡേവിഡിന് ബെക്കിയെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവർ ബെൽത്തസാറിന്റെ അടുത്തേക്ക് വന്ന് അയാളെയും രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ബെൽത്തസാർ ഡേവിഡിനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞാനായിരുന്നാലും അവളെ രക്ഷപ്പെടുത്താനായിട്ട്, അതായത് എന്റെ വെറോണിക്കയാണ് നിന്റെ ബെക്കിയുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യായിരുന്നുള്ളൂ. എന്തായാലും ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബെൽത്തസാർ ഡേവിഡിനെയും ബെക്കിയും ആ ഒരു ശില്പം പോലെയുള്ള പക്ഷി ഉണ്ടല്ലോ അതിന് ജീവൻ വരുത്തി അതിന്റെ പുറത്ത് കയറ്റി ഇവർ രക്ഷപ്പെടുത്തുകയാണ്. ബെൽത്തസാർ ഇപ്പോ ഈ ഒരു ഹോർവാത്തിന്
മുന്നിൽ പെട്ടുകിടക്കാണ്. ഹോർവാത്തിനാണെങ്കിൽ ആ ഒരു മോതിരം കൂടെ കിട്ടിയപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവാദിയായി മാറിയിട്ടുണ്ട്. എന്തായാലും രക്ഷപ്പെട്ട ഡേവിഡും ബെക്കിയും കൂടെ അവരുടെ ആ ഒരു ബേസ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കൂട്ടുകാരനായിട്ടുള്ള സൂറയുണ്ട്. പക്ഷേ ഡേവിഡിന് അവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നെങ്കിലും മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അതായത് ബെൽത്തസാറിനെ അവിടെ ഒറ്റയ്ക്കാക്കി വന്നതല്ലേ. ഹോർവാത്താണെങ്കിൽ ആ ഒരു മോതിരം കിട്ടിയത് കൊണ്ട് ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഇവർക്കിനി എന്താ ചെയ്യാൻ കഴിയുക? അപ്പോഴാണ് നമ്മുടെ ഡേവിഡിന് അവനുണ്ടാക്കിയ ടെസ്ല കോയിലിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അവര് മാജിക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സയൻസ് ഉപയോഗിക്കുന്ന പറയാണ്. അതായത് ഈ ഹോവാത്ത് ഉപയോഗിക്കുന്ന അവന്റെ ഓരോ മാന്ത്രിക മെറ്റീരിയൽസ്, മോതിരംസ് ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ ഇവരുടെ കയ്യിലുള്ള ആ ഒരു ടെസ്ല കോയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഹോർവാത്തിനെ കീഴ്പ്പെടുത്താന്ന് നമ്മുടെ ഡേവിഡ് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുകയാണ്. ഇതേ സമയത്തിന് ഹോർവാത്തിന് നോക്കുകയാണെങ്കിൽ ഈ ആത്മാക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് അവനൊരു സ്ഥലം നഗരത്തിൽ കണ്ടുപിടിച്ചായിരുന്നല്ലോ. അങ്ങോട്ടേക്ക് ഈ ഗ്രിം ഹോൾഡുമായിട്ട് ചെല്ലുകയാണ്. മാത്രമല്ല പവർഫുൾ ആയിട്ടുള്ള ആ ഒരു മോതിരം ഇപ്പൊ അവന്റെ കയ്യിലുണ്ട്. അതുപയോഗിച്ച് ഗ്രിം ഹോൾഡ് അവൻ പതിയെ പതിയെ തുറക്കുകയാണ്. ഇങ്ങോട്ടേക്ക് പതിയെ പതിയെ ബെൽത്തസാറും വരുന്നുണ്ട് ഇതിനെങ്ങനെയെങ്കിലും തടുക്കാനായിട്ട്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ഭരണി തുറന്ന് അതിനുള്ളിൽ നിന്നും മോർഗാന പുറത്തേക്ക് വരികയാണ്. എന്നാൽ ആ മോർഗാനയ്ക്ക് വെറോണിക്കയുടെ അതേ രൂപം തന്നെ. ഇത് കണ്ട് ഈ ഹോർവാത്ത് വരെ ഒന്ന് അമ്പരന്ന് പോവാണ്. അതായത് കൺഫ്യൂഷൻ ആയി പോവാണ്. വെറോണിക്ക നീയോ എന്ന വെറോണിക്കയുടെ ഉള്ളിലുണ്ടായിരുന്ന മോർഗാന പറയണ്, അല്ലടാ ഇത് മോർഗാന തന്നെയാണ്, ഞാൻ അവളുടെ ശരീരം എടുത്തുകൊണ്ട് അവളിപ്പോ കൺട്രോൾ ചെയ്യാണ്. അധികം വൈകിയില്ല മോർഗാന വന്ന വാർഡ് തന്നെ ഇവർക്ക് വേണ്ടി ഒരു സൈന്യത്തെ ഉണ്ടാക്കാനായിട്ട് അവരുടെ ആ ഒരു മാന്ത്രിക ശക്തി അത് ആകാശത്തിലേക്ക് വിടുകയാണ്. ഈ ഒരു ഭാഗം ഹോർവാത്ത് തെരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം തന്നെ നഗരത്തിന്റെ ഒത്ത ഭാഗമാണിത്. ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് ആന്റിനകളുണ്ട്. സോ ഇവരയക്കുന്ന ആ ഒരു മാന്ത്രിക സിഗ്നലുകൾ ഈ ആന്റിനയിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് എത്തും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്ന നമ്മുടെ ഡേവിഡ് അവന്റെ കാറിന് മുന്നിൽ ആ ഒരു ടെസ്ല കോയിലും വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണല്ലോ. അതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ അവൻ ബെക്കിയോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. നിനക്ക് പറ്റുകയാണെങ്കിൽ മുകളിലേക്ക് കയറി ചെന്ന് ഏതെങ്കിലും ഒരു ആന്റിന അത് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചു വെക്കണമെന്ന് പറയാം. എന്നാൽ അപ്പോഴേക്കും ഈ ഒരു മന്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിന്റെ പവർ കൊണ്ട് ഭൂമിയിൽ നിന്നും മൺമറഞ്ഞു പോയ ഒരുപാട് ശക്തികൾ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹോർവാത്തിന്റെ നേരെ ബെൽത്തസാർ ചാടി വീഴുകയാണ്. എന്നാൽ ഇത്തവണ ബെൽത്തസാറിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താ, ഹോർവാത്തിന്റെ കയ്യിൽ പവർഫുൾ ആയിട്ടുള്ള മോതിരങ്ങൾ ഇപ്പൊ ഉണ്ട്. മാത്രമല്ല മൺമറഞ്ഞു പോയ ആത്മാക്കളൊക്കെ അപ്പോഴേക്കും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് കേട്ടോ. എന്നാൽ മുകളിലേക്ക് പോയ ബെക്കി ഒരു ഹാൻഡിന് തിരിച്ചു വെച്ചപ്പോൾ തന്നെ ഇതെല്ലാം പഴയ സ്ഥാനത്ത് തിരിച്ചു പോവാണ്. ഇതേ നേരം ഈ ഒരു മന്ത്രവാദി ഹോവാത്തിനെ നേരിടാനായിട്ട് ഡേവിഡ് അവന്റെ ആ ഒരു ടെസ്ല കൗലുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന് ഇയാൾ അറ്റാക്ക് ചെയ്യാണ്. അതിൽ വൈദ്യുതിയെ തടുക്കാനായിട്ട് ഈ ഹോവാത്തിന് കഴിഞ്ഞില്ല കേട്ടോ. ഇയാളുടെ ആയുധങ്ങളൊക്കെ തെറിച്ചു പോവാണ്. ഇതേ സമയത്ത് ഇപ്പൊ വെറോണിക്കയുടെ രൂപത്തിലുള്ള മോർഗാന, രൂപത്തിലുള്ളതെന്നല്ല, വെറോണിക്ക ഈ മോർഗാനയെ പൂട്ടിയിടാനായിട്ട് അവളുടെ ഉള്ളിലേക്ക് ഈ മോർഗാനെ ആവാഹിച്ചതാണ്. എന്തായാലും ആ ഒരു മോർഗാനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ബെൽത്തസാർ അവന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഈ ഭൂമിയെ രക്ഷിക്കാനായിട്ട് അവൻ എന്ത് ത്യാഗവും ചെയ്യായിരുന്നു. അതുകൊണ്ട് ഇപ്പോ ഈ ബെൽത്തസാറിനെ തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞേക്കുന്ന അവൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ മോർഗാന ഇല്ലാതാവുമല്ലോ. പക്ഷെ അതിനു മുന്നേ തന്നെ ഈ ബെൽത്തസാർ വലിച്ചെടുത്ത മോർഗാന അവന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കുകയാണ്. മാത്രമല്ല അവളിപ്പോ ഉയർത്തെഴുന്നേറ്റതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഈ ഒരു പ്രൈം മെർലിൻ, അതായത് നമ്മുടെ ഡേവിഡിനെ കൊല്ലലാണ്. അതുകൊണ്ട് അവന് നേരെ വല്ലാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു തീ അവൾ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഓൾറെഡി ഡേവിഡ് ഒരു പ്രൈം മെർലിനായി മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു മാന്ത്രിക ശക്തി അവന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അവന്റെ കൈകൾ കൊണ്ട് ആ ഒരു തീയെ അവൻ തടുക്കുകയാണ്. മാത്രമല്ല ചുറ്റും അവിടെ ആ ഒരു ടെസ്ല കോയിൽ, മാത്രമല്ല ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, ഇതിനെല്ലാത്തിനെയും അവന്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് അവസാനം ആ ഉള്ള പവർ മുഴുവനായിട്ടും ഉപയോഗിച്ച് ഡേവിഡ് ഇപ്പോ ഈ ഒരു മോർഗാനെ ഇല്ലാതാക്കി കളയാണ്. അതായത് ഗുരു അന്ന് പ്രവചിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു പുനർജന്മം അത് പഴയ കാലത്താ ജനിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വൈദ്യുതിയും കാര്യങ്ങളും ഉണ്ടാവില്ലായിരുന്നല്ലോ. അതിന്റേതായ ആ ഒരു സമയം വന്നപ്പോൾ നമ്മുടെ ഡേവിഡ് ജനിച്ചു. അവൻ പ്രൈം മെർലിനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. അവനിലൂടെ തന്നെ അവന് നിയോഗിക്കപ്പെട്ട ആ ഒരു ദൗത്യം അവൻ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ നടന്ന ഈ ഒരു ഫൈറ്റിലൊക്കെ ഡേവിഡിനെ രക്ഷപ്പെടുത്താനായിട്ട് ബെൽത്തസാർ ഒരുപാട് ശ്രമിച്ചതുകൊണ്ട് അവന് വലിയ പരിക്കേറ്റു. അനങ്ങാൻ പോലും കഴിയാതെ ജീവൻ നഷ്ടമായിട്ട് അവൻ അവിടെ കിടക്കുന്ന സമയത്ത് ഒരുപാട് വന്നിട്ട് വെറോണിക്ക വിളിക്കുന്നുണ്ട്, ഡേവിഡ് വിളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, അവന്റെ ജീവൻ പോയി. എന്ന് പെട്ടെന്ന് തന്നെ ഡേവിഡ് അവിടെ ഒരു കാര്യം ഉണ്ടാക്കുന്നുണ്ട്, മെർലിൻ സർക്കിൾ. ആ സർക്കിളിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഡേവിഡിന് ബെൽത്തസാർ പഠിപ്പിച്ചു കൊടുക്കുക പല വിദ്യകളും കാണിക്കുകയാണ്. പ്രധാനമായിട്ടും എനർജിയുടെ ആ ഒരു ബോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇവന്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. അടുത്ത നിമിഷം തന്നെ ഹൃദയം നിലച്ചുപോയ ബെൽത്തസാർ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. അവന് ജീവൻ തിരിച്ചു കിട്ടി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബെൽത്തസാറും വെറോണിക്കയും ഒന്നിക്കുകയാണ്. അതുപോലെ തന്നെ ഡേവിഡ് അവന്റെ ജന്മലക്ഷ്യം അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഡേവിഡിനോട് നന്ദി പറഞ്ഞിട്ട് ഒരുപാട് വർഷമായിട്ട് നിയോഗിക്കപ്പെട്ട ആ ഒരു ദൗത്യം തീർത്തുകൊണ്ട് ഇപ്പൊ ബെൽത്തസാറും അതുപോലെ തന്നെ വെറോണിക്കയും അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ലോകത്തിലേക്ക് പോവാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ ഒരു മായാജാല കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.